ഇന്ന് പനൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് കണ്ടോ, പന കുലച്ച് നിൽക്കണ്. അതുപോലെ ഈ പനൻ്റെ പട്ടയാണ് കേട്ടോ ആനക്ക് വെട്ടിക്കൊടുക്കുക. അപ്പോൾ ആനക്ക് മാത്രമല്ല ഈ പന കഴിക്കാൻ പറ്റുക, ഞമ്മക്കും പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ പനൻ്റെ കൊല ഉണ്ടല്ലേ, പനങ്കൊല പോലെ മുടി ഉണ്ടാകുക എന്നൊക്കെ പറയുന്നിട്ടില്ലേ. അന്ന് സ്കൂളിൽ പഠിച്ചിരുന്നൊക്കെ ഇങ്ങനെ കുറേ മുടി ഉണ്ടാകുമ്പോൾ പനമ്മ വെച്ചിട്ട് മുടി വെട്ടിയിട്ടാണ് ഇതേപോലെ മുടി ഉണ്ടായത് എന്നൊക്കെ പറയും. അപ്പോൾ പന തന്നെ പലതരം ഉണ്ട്. കുടപ്പന ഉണ്ട്, അതുപോലെ കരിമ്പനെ, ഈന്തമ്പനെ, അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് ഞങ്ങളൊക്കെ നാട്ടിൽ ഇങ്ങനത്തെ പനയാണ് ഉള്ളത്. കുടപ്പനയൊന്നും ഞങ്ങളെ നാട്ടിലൊന്നും ഇല്ല. പിന്നെ ഇതിൻ്റെ മുറിച്ചിട്ട് ഇതിൻ്റെ ഉള്ളു പൊളിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന ഒരു പിന്നെ എന്തോ നാരോ അതൊക്കെയാണ് കുത്തി പൊടിച്ചുണ്ടാക്കിയിട്ടൊക്കെയാണ് ഇത് ഉണ്ടാക്കൽ. അപ്പം ഇനി ഇത് ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ ഇത് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ അടുത്തുള്ളൊരു താത്ത തന്നതാണ്. ആ താത്ത പന മുറിച്ചപ്പോൾ അവിടുന്ന് അതിൻ്റെ കഷ്ണം മുറിച്ച് കൊണ്ടുവന്ന് ഉണക്കി ഇടിച്ച് പൊടിച്ച് ഉണ്ടാക്കിയതാണ്. അപ്പം അങ്ങനെ പറഞ്ഞപ്പം താത്ത എനിക്ക് ആ ഒരു ഡബ്ബയിൽ തന്നാണ് കേട്ടോ. അപ്പം ഇനി അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പം ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് അതിന് 2 കയ്യിലാണ് ഞാൻ എടുക്കുന്നത്. ഇത് കുറച്ച് മതി, പെട്ടെന്ന് ഇത് കുറുകും. അപ്പം ഞാൻ ആദ്യം ഒന്ന് സാമ്പിൾ നോക്കിയിരുന്നു. അപ്പോൾ റെഡി ആയിട്ടില്ല. ഇനിയിപ്പോൾ 2ാമത്തെ പരീക്ഷണമാണ്. അപ്പോൾ പിന്നെ കുറച്ച് തന്നെ ഉണ്ടാക്കിയത്. അപ്പോൾ അത് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കട്ടയൊന്നുമില്ലാതെ പിന്നെ വെള്ളത്തിൽ അലിയിച്ചെടുക്കുക. പനപ്പൊടി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ അത് കിട്ടാൻ പണിയാണ്, എടുക്കണമെങ്കിലും ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ അത് ഞാൻ പൊടിയൊക്കെ നനച്ച് വെള്ളത്തിൽ കലക്കി നല്ലോണം ഉഷാറാക്കി കലക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ശർക്കരയാണ് ഒഴിക്കുന്നത്. ഞാനൊരു 4 വെല്ലം, ചെറിയ വെല്ലാണ് കേട്ടോ, ഒരു 4 വെല്ലം അരിച്ച് എടുത്തത് അതിലേക്ക് ഒഴിച്ച് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. നമ്മളൊന്ന് ഇളക്കൽ നിർത്തിയപ്പോൾ അത് ഊറിയിട്ട് അതിൻ്റെ പൊടി അടിയിൽ പോയിരിക്കണം നിൽക്കും. അപ്പോൾ അത് ശർക്കരയൊക്കെ ഒഴിച്ച് നന്നായിട്ട് കൂട്ടിയിട്ട് ഒരല്പം ഉപ്പ്, ഒരല്പം മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പ് ഇട്ടിട്ട് ഇനി അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ കുറുക്കിയെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അത് ഒഴിച്ച് വെക്കാനുള്ള പാത്രം അതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ റെഡിയാക്കി വെക്കണം. അപ്പോൾ ഞാനൊരു കേക്ക് ടിന്നെടുത്തിട്ട് എണ്ണയൊക്കെ പിന്നെ തേച്ചിട്ട് അവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അടുപ്പത്ത് വെച്ചാൽ പിന്നെ അത് വന്ന് നമുക്ക് കൈയെടുക്കാൻ പറ്റില്ല. കൈയെടുത്താതെ ഈ രാഗിയൊക്കെ വരുന്ന പോലെ തന്നെ അത് അടിയിൽ കട്ടയായാണ് കിടക്കും. അപ്പോൾ അത് കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഞാൻ അത് കിട്ടിയപ്പോൾ ഇതിൻ്റെ മുമ്പൊന്ന് ഉണ്ടാക്കി നോക്കിയപ്പോൾ അത് വെള്ളം പോലെയായി. അതെനിക്കൊരു സുഖം കിട്ടിയില്ല. അപ്പോൾ ഇത് എന്താ പറയുക, തേങ്ങാക്കൊത്ത് ഞാൻ നെയ്യിൽ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊരു അല്പം തീക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി ഞാൻ ആ കേക്കിൻ്റെ ടിന്നിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. പനപ്പൊടി ഉണ്ടാക്കി കഷ്ടപ്പാട് പറയുന്ന കേട്ടാലുണ്ടല്ലോ, അത് കഴിക്കാൻ രസമാണ് പറഞ്ഞിട്ട് കാര്യമില്ല, ഭയങ്കര കഷ്ടപ്പാട്. അത് അപ്പോൾ നന്നായിട്ട് കുറുകി നമ്മൾ അലുവയൊക്കെ ഉണ്ടാക്കണം അതേ ആ ടൈറ്റിലാണ് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തീയൊക്കെ ഓഫാക്കി ഇനി എടുത്ത് വെച്ച പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് പനൻ്റെ ഉള്ളിലത്തെ കാമ്പ് വെട്ടി കൊണ്ടുവന്ന് ഉണക്കി ഇടിച്ച് പൊടിച്ച് 7 ദിവസം പിന്നെ ഒരു ദിവസം വെള്ളത്തിൽ കലക്കി ഊറാൻ വെച്ചിട്ട് ആ വെള്ളം കളഞ്ഞ് പിന്നെ വെള്ളം പിന്നെ ഒഴിച്ച് കലക്കി അത് ഊറിയിട്ട് ഒഴിച്ച് അങ്ങനെ 7 ദിവസം എടുത്ത പൊടിയാണിത് എന്നാണ് താത്ത പറഞ്ഞത്. അങ്ങനത്തെ കഷ്ടപ്പാടൊക്കെയാണിത്. പക്ഷേ കഷ്ടപ്പെട്ടാലും ഇത് നല്ല ടേസ്റ്റാണ്. എല്ലാ പനക്കൊന്നും ഈ പൊടി ഇങ്ങനെ കിട്ടൂല എന്ന് പറഞ്ഞു. മൂത്ത പനക്കോ അങ്ങാണ്ടാ തോന്നുന്നത്. ഇത് നാടൻ പനയാണ് കേട്ടോ, ഈ പിന്നെ കുടപ്പനയല്ല. ഇത് ഈ ആനകൾക്കൊക്കെ തിന്നാൻ കൊടുക്കുന്ന പട്ടല്ലേ പനൻ്റെ, അതിൻ്റെ പൊടിയാണിത് കേട്ടോ. പിന്നെ കുടപ്പനൻ്റെ വേറെ ഉണ്ടെന്ന് തോന്നുന്നു, കുടപ്പനൻ്റെ അതും എടുക്കും തോന്നുന്നു. അപ്പം ഞാൻ ആ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് വെച്ച് ഇനി ചൂടാറിയിട്ട് നമുക്ക് അത് കഷ്ണം വെട്ടത് ഇങ്ങനെ ഒരു ഒട്ടിങ്ങോണ്ടാണ്, ഒരു വിളവിളേനയാണ്. മറ്റേ അലുവ കഷ്ണം വെട്ടും പോലെ വെട്ടാൻ നല്ലോണം തണുത്താൽ പറ്റും കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ സ്പൂൺ കൊണ്ട് കോരി കഴിക്കുക. അപ്പോൾ അതിൻ്റെ പാത്രം
അത് അതിൻ്റെ പാത്രത്തിൽ ഇതിങ്ങനെ ഈ രീതിയിലാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ തണുക്കുമ്പോൾ ഇതിലേറെ ഒന്നും കൂടി ടൈറ്റാവും. അപ്പോൾ നമുക്ക് കഷ്ണം വെട്ടിയെടുക്കുകയും ചെയ്യാം. അത് തണുക്കാനൊന്നും നിന്നില്ല. ഉണ്ടാക്കിയതിൻ്റെ ടേസ്റ്റ് കണ്ടിട്ട് ഞങ്ങൾ തണുക്കണതിന് മുമ്പ് തന്നെ കോരി കഴിച്ചു. ഇതൊന്നും കടയിലൊന്നും വാങ്ങാൻ കിട്ടാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവം തന്നെയാണ് കേട്ടോ. പക്ഷേ കടയിലൊന്നും പനപ്പൊടി കിട്ടൂലായിരിക്കും. കിട്ടിയതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഇനി എവിടെയെങ്കിലും ഉണ്ടോ, വാങ്ങാൻ കിട്ടുമോ എന്നറിയില്ല. അപ്പോൾ എല്ലാം വാങ്ങാൻ കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ ആ ഒരു പാത്രത്തിൽ നിന്ന് കേക്ക് ടിന്നിൽ നിന്ന് ഒരു പ്ലേറ്റിലേക്ക് കൊണ്ട് കമഴ്ത്തി എടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ കേക്കിൻ്റെ അതേപോലെ തന്നെ. അപ്പോൾ നമ്മൾ പന വരകിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി അതൊക്കെ വറുത്തിടാം കേട്ടോ. ഞാൻ തേങ്ങാക്കൊത്ത് വറുത്തിട്ട് ആണ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ തേങ്ങ ചിരണ്ടിയിട്ട് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് അങ്ങനെയും വരക. ഞാൻ ശർക്കരയും തേങ്ങാക്കൊത്തിട്ടാണ് വരകിക്കുന്നത്. പഞ്ചസാര ഇട്ട് വരക്കിയാൽ വെളുത്തും കൊണ്ടേക്കാരം. ഇതിപ്പം അങ്ങനെ ഈ ഒരു ബ്രൗൺ കളറാണ്. നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിന് കേട്ടോ. അപ്പം ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയപ്പം ശരിയായില്ല കേട്ടോ. അന്ന് ഞാൻ പഞ്ചസാര കൊണ്ടാണ് ഉണ്ടാക്കിയത്. അത് വെള്ളം ഏറിപ്പോയി. ഇപ്പം ഞാൻ ശർക്കര കൊണ്ടാണ് ഉണ്ടാക്കിയത്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.